ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ചയായ ഒരു വിഷയമായിരുന്നു പാകിസ്ഥാനും അതുപോലെ തന്നെ തുർക്കിയും ചേർന്നുകൊണ്ട് ഇന്ത്യയുടെ ബ്രിക്സ് ഉച്ചകോടി അതിനെ തകർക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നതായി റിപ്പോർട്ട് വന്നു. നേരിട്ടല്ല, ഡിപ്ലോമാറ്റിക് റിലേഷൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നേരിട്ട് ഒരു അറ്റാക്കിലേക്ക് പോകാനുള്ള കരുത്തൊന്നും പാകിസ്ഥാൻ്റെ കയ്യിലില്ല. എന്നാൽ പോലും ഒരു ത്രെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള നീക്കം റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസിലും കറാച്ചിയിലെ മസ്റൂർ എയർബേസിലും കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വാഭാവികമല്ലാത്ത രീതിയിൽ ചില നീക്കങ്ങൾ നടന്നു. ഒരു അസ്വാഭാവികത നിറഞ്ഞ മിലിറ്ററി എയർ മൂവ്മെൻറ്റ് അതിപ്പോൾ അതീവ ശ്രദ്ധ നേടുക. കാരണം ഏതാണ്ട് 60 മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായി ചൈനയുടെയും തുർക്കിയുടെയും ഒരു വലിയ തോതിലുള്ള ഹെവി മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് പാകിസ്ഥാനിലേക്ക് എത്തുന്നു, അത് തിരികെ പറക്കുന്നു. ഇത് ഇന്ത്യയുടെ വ്യോമയാന അതിർത്തി വഴിയാണ് പോകുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 2 പ്രധാനപ്പെട്ട മിലിറ്ററി എയർബേസുകൾ ഇവിടേക്ക് സമാനതകളില്ലാത്ത രീതിയിൽ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ ഇത്തരം ഒരു സംഭവം, അതും നമുക്കറിയാം 48 മണിക്കൂർ 2 ദിവസത്തിൽ കൂടുതലായി നടക്കുന്ന അസ്വാഭാവികമായ നീക്കം. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും നടക്കുന്ന ചില അസ്വാഭാവിക നീക്കങ്ങൾ, ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നീക്കങ്ങൾ, ഇതെല്ലാം വീക്ഷിച്ചു വരികയാണ്. ബ്രിക്സുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചില വിഷയങ്ങൾ കൂടുതലായി ഇന്ത്യ പറയാൻ ആഗ്രഹിക്കുകയാണ്. പാകിസ്ഥാന്റെ ടെറർ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യം ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATF പാകിസ്ഥാനെ നേരത്തെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി അന്താരാഷ്ട്ര മോണിറ്ററി ഏജൻസിയിൽ നിന്നും പണം കടം കൊടുക്കാതിരിക്കാൻ വേൾഡ് ബാങ്ക് അടക്കം അന്താരാഷ്ട്ര ബാങ്കിങ് ഏജൻസികൾ പാകിസ്ഥാന് കടം കൊടുക്കരുത്, കാരണം അത് രാജ്യ പുരോഗമനത്തിന് വേണ്ടി അവരെ ഉപയോഗിക്കുകയല്ല, പകരം അവർ ടെററിസ്റ്റ് റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി മിലിറ്ററിയുടെ സപ്പോർട്ടോടുകൂടി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഇന്ധനം പകരുന്ന രീതിയായിരിക്കുമെന്ന് അന്താരാഷ്ട്ര സമിതിയിൽ ഒക്കെ ഇന്ത്യൻ പ്രതിനിധികൾ വാദിച്ച കാര്യമാണ്. അതിനെ ചൈന എല്ലാ കാലത്തും എതിർത്തിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നീക്കങ്ങളെ സശ്രദ്ധയോടെ വീക്ഷിച്ചു വരികയാണ് ഇന്ത്യ. ഒരു മിലിറ്ററി സർജാണ് ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാനിൽ എന്ന് പറയുന്നതാണ് കൂടുതൽ ശരിവെക്കേണ്ട കാര്യം. റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസിൻ്റെ കാര്യമാണ് ഏറ്റവും പ്രധാനം. കാരണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് നടന്നിരിക്കുന്നതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെ ചെറിയ കാര്യമായി തള്ളിക്കളയാനും കഴിയില്ല.